you wake at night, see things in black and white. I've only got you inside my mind. You know you have made me blind. I lie awake and pray that you will look my way. I have all this longing in my heart. I knew it right from the start. Oh my pretty, pretty boy, I love you like I never ever loved no one before you. Pretty, pretty boy of mine, just tell me you love me too. Oh my pretty, pretty boy, I need you. Oh my pretty, pretty boy, I do. Let me inside, make me stay right beside you. I used to write your name. I put it in a frame, and sometimes I think I hear you call right from my bedroom wall. You stay a little while and touch me with your smile. And what can I say to make you mine? To reach out for you in time. Oh my pretty, pretty boy, I love you like I never ever loved no one before you. Pretty, pretty boy of mine, just tell me you love me too. Tell me you love me too. Oh my pretty, pretty boy, I need you. Oh my pretty, pretty boy, I do. Let me inside, make me stay right beside you. Oh pretty boy, say you love me too. Oh my pretty, pretty boy, I love you like I never ever loved no one before you. Pretty, pretty boy of mine, just tell me you love me too. Tell me you love me too. Oh my pretty, pretty boy, I need you. Oh my pretty, pretty boy, I നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നേ നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തിയുള്ള മകൾ ശക്തി നീയേ നാഥാ അന്തിയുള്ള മകൾ ശക്തി നീയേ കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ
നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന അഗ്നിച്ചൂളെ
മലയിൽ വെച്ച് മുതലാളിയുടെ ബന്ധനങ്ങളെ നീ അഴിച്ചതുപോലെ ദുഷ്ടപിശാചികളുടെ ബന്ധനങ്ങളെ ഞങ്ങൾ നിന്നും അഴിക്കണമേ. നിന്റെ പെട്ടകാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആത്മീയത്തെയും നയിക്കാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കൃത്യസംബന്ധവും ജീവപ്രദങ്ങളുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങൾ കരുണയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിപുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയതോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾ കരേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, നിൻ വാതിലിൽ യാചന ശബ്ദം മുട്ടുന്നു. മുഴക്കരുതേ നിൻ സേവകരിൻ ആവശ്യയാചനയെ നീ. ദൈവകൃപയാൽ പാലിക്കാം കോപവടിയിൽ നിന്നകറ്റി. പ്രാർത്ഥന കേട്ടു നിൻ കരുണയാൽ യാചന നീ നൽകിയിടണമേ. ദേവാതുണയ്ക്കായി ബലഹീനൻ വിളിച്ചിടുന്നു നല്ലവനെ. പ്രാർത്ഥന കേട്ടു നിൻ കരുണയാൽ യാചന നീ നൽകിയിടണമേ. കൃപ ചെയ്യണമേ, കരുണയുടെ ബഹുലത്താൽ ദയ ചെയ്യണമേ. പിഴച്ചൊരു തിന്മകളോർക്കരുതേ, കരുണാകരനാം കർത്താവേ. നാലാമധ്യായത്തിൽ ശ്രീനാരായണ സ്തുതിയെ കർത്താവേ, നിന്റെ വചനത്തെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നാൽ സുഖരുടെ മനസ്സുരായിരുന്നു. അവരിൽ ഒരുത്തിനുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. ശ്രീഹന്മാർ മഹാശക്തിയോട് ഈശോമിശിഹായുടെ പുനരുത്ഥാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരോടും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ മുട്ടുള്ളവനാരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിറ്റുവിൽക്കുന്നതിന് വില കൊണ്ടുവന്ന് ശ്രീഹന്മാരുടെ കാൽക്കൽ വച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, ജീവനിൽ അറിയിപ്പാൻ കർത്താവേ, ശിവശിയാവിടെ വിശുദ്ധായ എവങ്കേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ ജലമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മനുഷ്യരുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഈശോ തമ്പുരാൻ ഈ യുഗപ്രവേശം കടന്നു പോകുമ്പോൾ ധനവാനും യുഗകാല പ്രധാനിയുമായി സക്കായിയുടെ ഫലപുരുഷൻ യേശു തമ്പുരാൻ എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായി ശരീരവശമുണ്ട്. പുരുഷാന നിമിത്തമോ കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിരുന്നതുകൊണ്ട് അവൻ ഓടി ഈശോ തമ്പുരാൻ മുമ്പിൽ കടന്നു. തന്നെ കാണുവാനായി ഒരു കാടുവൃക്ഷത്തിൽ കയറി. ഈശോ തമ്പുരാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ കണ്ടവരോട്, സക്കായിയെ വേഗം വരിക, ഞാൻ ഇവിടെ പാർക്കേണ്ടതാകുന്നു നല്ല ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു സന്തോഷത്തോടെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും കണ്ടപ്പോൾ
അവൻ ഭാവിയാവൻ ചടക്കിൽ അകത്തിയെന്ന് പാർത്തു എന്ന് പെരുവൃത്ത് പറഞ്ഞിരുന്നു. എന്നാൽ സഖായിലെന്ന് ഈശോ തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രന്മാർ കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 1/4 മടങ്ങായി കൊടുക്കുന്നു പ്രവർത്തിച്ചു. ഈശോ തമ്പുരാനോട്, ഇവനും അപ്രാരൂപനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ട് 4 മനുഷ്യപുത്രൻ കാണാതെ ശരിപ്പാമെന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നന്മകളെല്ലാം മനുഷ്യർക്കായി ദാനം ചെയ്തും സ്വർഗവാഴുകൾ അയച്ചും അരുളുന്നോരു കർത്തൻ. പ്രയാസമുള്ള പരീക്ഷകളിൽ നിന്നും ആകാൽ എല്ലാ കൗശല
നിന്റെ കരുണയുടെ കണ്ണാലെ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ച് ഇവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നും നിന്റെ നോട്ടം വിടാതെ രാപ്പുകൾ നിന്റെ ചിറകീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ ഭക്തമുള്ളവേ നിത്യതയുമുള്ളവയുമായ നിന്റെ വാസലങ്ങളിൽ വസിപ്പാനും ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾ കരേറ്റും. ഹോശോ വബുക്കുൽ സുബ്ഹാൻ ലഹുമീൻ. ആമേൻ. ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്ന സ്ലീബായുടെ അടയാളത്തെ മുദ്രപ്പെടുന്നതിനേക്കൊന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതുമായിരിക്കട്ടെ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. പരിമള തൈലത്തിലുമധികം വാസനയേറും രക്ഷകനെ പരിശുദ്ധാത്മാവോടെ നിൻ അടിയാരെ ശുദ്ധം ചെയ്യുക. സ്തോമൻ കാലോസ് കുരിയേലൈസോൻ ആമേൻ. മുതലായ പരിശുദ്ധന്മാരുടെ കാഴ്ചകളും പ്രാർത്ഥനയും പരിമളമായ കർത്താവേ, പാപികളാം ഞങ്ങളുടെ പ്രാർത്ഥനകളെയെല്ലാം കൈക്കൊണ്ടിടണമേ. ബാധിക്കുമോ മേൽപ്പെട്ട കാലനാം അഗരോന്റെ ധൂപം കൊണ്ട് ഇസ്രായേലിന്റെ വസന്തവിരോധിച്ച രക്ഷകർത്താവേ, പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപരോഗം നീക്കി സ്വസ്ഥത നൽകണമേ. കർത്താവേ, നന്ദി. ദാസരുടെ പ്രാർത്ഥനയെ നീ കേട്ട് ധൂപം പോൽ പരിമളമായി കൈക്കൊണ്ടിടണമേ. കുരിയേലായിസോ, കുരിയേലായിസോ, കുരിയേലായിസോ. വിശ്വാസനിക്ഷയം പിതാവായ സർവശക്തനായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ
സ്വപ്നമാണ് കയറി കിടങ്ങുവാനൊരു കൂര എന്നുള്ളത്, ഒരു ഭവനം ചമയ്ക്കുക എന്നുള്ളത്. എത്രയോ വർഷങ്ങളായി അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അനേകം നമ്മുടെ എടത്തുവ അനപ്പുറപ്പാൽ നമ്മുടെ മർത്തമ പള്ളിയിൽ തന്നെയുണ്ട്. പല ഭവനങ്ങൾക്ക് ഞങ്ങൾ പോയി കല്ലിട്ട് കട്ടില വെച്ച് വാർപ്പ് കഴിഞ്ഞിട്ട് നടന്ന് കൂതാശ ചെയ്ത് താമസിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ ദൈവം വലിയ കരുണ ചെയ്ത് നമുക്ക് പ്രകാരം ഇത് പൂർത്തീകരിക്കുവാൻ അതിൻ്റെ കൂതാശ കർമ്മം ഇത്രത്തോളം ഭംഗിയായി നിർവഹിക്കാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രം കഴിച്ചു. ഈ ഭവനം ഇനി മുതൽ ദൈവത്തിൻ്റെ ഭവനമാണ്. സ്ലീബായുടെ അടയാളം വരച്ച് ഇതിനെ വിശുദ്ധീകരിച്ച് വേർതിരിക്കപ്പെടുന്നതായി തീർക്കുമ്പോൾ ഇതിന്റെ ഉടമസ്ഥ അവകാശം ആർക്കഴിയുന്നതിൽ സർവശക്തനായ ദൈവത്തിനാണ്. അത് വലിയ വലിയ ബോധ്യമാണ്. ദൈവമാണ് ഈ ഭവനത്തിന്റെ ഉടമസ്ഥ അവകാശി എന്നുണ്ടെങ്കിൽ ഈ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് കേൾക്കുന്ന ശബ്ദങ്ങൾ ആർക്ക് യോജിച്ചതായിരിക്കണം? ദൈവത്തിന് യോജിച്ചതായിരിക്കണം. ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒന്നും, അത് സംസാരമായാലും നമ്മുടെ പ്രവൃത്തികളായാലും നമ്മുടെ വാക്കുകളായാലും ചിന്തകളായാലും ഒന്നും ദൈവത്തിന് ഹിതകരമല്ലാത്തതായി തീരരുത്. എപ്പോഴും നമുക്കുണ്ടാവുന്ന ബോധ്യമാണ് ദൈവമാണ് ഇതിന്റെ ഉടമസ്ഥ. ദൈവം വസിക്കുന്ന ഇടം അതാണിതെന്ന് പറയുന്നത്. നമ്മുടെ ഓരോ ഭവനങ്ങളും ഒരു കൊച്ചു ദൈവാലയമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭവനം. കാരണം ഒരു ആലയത്തിന്റെ ഒരു ചെറിയ മിനിയേച്ചർ തന്നെ ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ കുരിശുണ്ട്, എഴുതിരിക്കാനുണ്ട്, കാപ്പയിട്ട പട്ടക്കാരനുണ്ട്, ധൂപക്കുറ്റിയുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആലയം എപ്പോഴും എന്തായിരിക്കണം? വിശുദ്ധം ആയിരിക്കണം. ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയമായിട്ടാണ് ഈ ഭവനത്തെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഉദാശ ചെയ്ത് വേർതിരിച്ച് തന്നിരിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ദൈവമാണ് ഇതിൽ വസിക്കുന്നത്. ദൈവത്തിന് ചേരാത്ത ഒന്നും ദൈവമേ ഞങ്ങളുടെ വായിൽ നിന്നും ഞങ്ങളുടെ പ്രവൃത്തികളോ ചിന്ത കൊണ്ടോ വരരുത് എന്ന് പ്രാർത്ഥനയോടെ ജീവിക്കണം. 2, എപ്പോഴും ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിച്ചുകൊള്ളണം. എന്ന് പറഞ്ഞാൽ ഈ ഭവനത്തിൽ നിന്ന് മുഴങ്ങണം സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും സ്വരങ്ങൾ ഇവിടെ നിന്ന് ഉയരണം. പ്രാർത്ഥനയോടെ വേണം നമ്മൾ ഈ ഭവനത്തിൽ വസിക്കുവാൻ. രാവിലെയും വൈകുന്നേരവും ഇവിടെ ഉണ്ടാവണം. കുടുംബ പ്രാർത്ഥന ഉണ്ടാവണം. അപ്പനും അമ്മയും മക്കളും വല്യപ്പനും വല്യമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അനുഗ്രഹം അത് മറ്റൊന്നല്ല. മറ്റൊന്നിനും അതിന് എന്താ പറയുക, മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങൾ നിർജീവമായി പോകും. എന്നാൽ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയോടിരിക്കുന്ന ഭവനങ്ങൾ എല്ലാ കാലത്തും സജീവമായി തന്നെ നിലനിൽക്കും. മറ്റെന്തെല്ലാം നമ്മൾ മാറ്റിവെച്ചാലും എന്ത് മറക്കരുത്? പ്രാർത്ഥന മറന്നുപോകരുത്. ഈ ഭവനത്തിൽ എപ്പോഴും ഒഴുകുന്നത് പ്രാർത്ഥനയുടെ അനുഭവമായിരിക്കണം. ദൈവവുമായുള്ള ആ ഒരു ബന്ധം ഒരിക്കലും വിട്ടുപോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ വിട്ട് വിദേശങ്ങളിൽ പഠിക്കാനും ജോലിക്കൊക്കെ പോകുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, ഭവനത്തിൽ അപ്പനും അമ്മ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യത്തിലായാലും സർവശക്തനായ ദൈവം അവർക്ക് എന്തായിരിക്കും? കാവലായി, കോട്ടയായി, തുണയായി കൂടി. സന്തോഷിക്കും. എന്നോട് ചേർന്ന് മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവൻ നാമത്തെ ഉയർത്തുക. ഇതിനായ ദൈവമേ, പരിശുദ്ധനായ ബലമുള്ളതാവേ, ഇതാ ഉച്ചയായ സമയത്തെ മന്ത്രിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങയൊന്ന് സ്തുതിപ്പാൻ, അങ്ങയൊന്ന് ആരാധിപ്പാൻ വിളിച്ചതായ വഴികാട്ടെ വാതിലിനാകത്താവേ നന്ദിയോടെ സ്തോത്രം. അവരുടെ നാമത്തെ നമ്മൾക്ക് ഉല്ലാസം ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നാട്ടിൽ ഏൽപ്പിക്കുന്നതാവേ, മക്കളെ പ്രത്യേകിച്ച് സമർപ്പിക്കാവുന്നതാവേ. ഇതിൽ വാതിൽ തുടങ്ങുന്നതായ സമയത്തും അടയുന്നതായ സമയത്ത് കർത്താവേ പ്രാർത്ഥനയെ കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്കണം സഹായിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേക വചനകർത്താവേ. അബ്രഹാമിന്റെ സന്തതിയാകിയ രക്ഷ അബ്രഹാമിനെ
പോലെ കർത്താവെ വിശ്വാസത്തിലെ മുന്നോട്ട് വരുവാനായിട്ട് ദൈവമേ വിചാരിക്കണമെന്ന് പ്രാർത്ഥിക്കാവുന്ന കർത്താവെ. ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടതായാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങിയവനെ സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുമായിരുന്നു ബലഹീനതയും കുറവുമുള്ള പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിൽ നിന്നുമാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. വീടിനു മോടി പകർന്നിടുവാൻ വിശുദ്ധി തൻ വെഞ്ചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമ തൻ അങ്കണം പണിയണം, സഹനത്തിൻ മണലതിൽ വിരിച്ചിടണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊഴുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം.
ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം, ഓ നീലമച്ചുള്ള കൂടാരം, നീലിപ്പെണ്ണിന്റെ കൊട്ടാരം, ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം, ഓ സിന്ദൂര സന്ധ്യ മറന്നേ ചന്തമൊരുങ്ങുന്നേ, മാറിൽ ചന്ദനം തൂകുന്നേ, കല്യാണി മുല്ലകിനാവിൽ കണ്ണു തുറക്കുന്നേ, മെല്ലെ കോടിയുടുക്കുന്നേ. ഓടി വന്ന മഴമുകിലേ ദൂരെ ദൂരെ മറയേനേ, ഓടി വന്ന മഴമുകിലേ ദൂരെ ദൂരെ മറയേനേ. മേഘമേ നീ വന്നു മൂടല്ലേ പിന്നിൻ പൊങ്കിണ്ണം. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം, ഓ മഞ്ഞുള്ള നെഞ്ചിലെ മേട്ടിൽ തെന്നലിറങ്ങുന്നേ, ഈറൻ ചാമരം വീശുന്നേ. മുത്തുള്ള നൂലുകളെങ്ങും പന്തലൊരുക്കുന്നേ, നീളെ തൊങ്ങല് തുന്നുന്നേ. തേനണിഞ്ഞ മനമുകുളം തന്നെത്താനെ മൊഴിയുന്നേ, തേനണിഞ്ഞ മനമുകുളം തന്നെത്താനെ മൊഴിയുന്നേ. പുള്ളിമാനെ നീയൊരുങ്ങിലെ പണ്ടേ പണ്ടേ നീ. മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം, ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം, ഓ നീലമച്ചുള്ള കൂടാരം, നീലിപ്പെണ്ണിന്റെ കൊട്ടാരം, ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും
നെയ്യാമ്പലേ മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓ കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും തങ്കത്തിങ്കൾ 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 വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം ചിത്തിരമുത്തു വിളക്ക് തിരികൊളുത്തും മണിമിഴി അഴകിൽ ചിത്തിരമുത്തു വിളക്ക് തിരികൊളുത്തും മണിമിഴി അഴകിൽ കിഴക്കിലുദിച്ചൊരു ചിത്രം വരഞ്ഞു തരും രവികിരണങ്ങളിൽ കണ്ണിലെ കാവലായി എന്നിലെ പാതിയായി എന്നുമെൻ യാത്രയിൽ കൂടെ വരുമോ തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം നനയാതെ മനം നനഞ്ഞുവോ അറിയാതെ സ്വയം അറിഞ്ഞുവോ സൂര്യനും ചന്ദ്രനും സാക്ഷിയായി നിൽക്കവേ സ്വർഗ്ഗമേ മണ്ണിലേക്കിറങ്ങുമിവിടെ തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും തങ്കത്തിങ്കൾ 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 വാനിലൊരു